ഫ്രാൻചോ എന്ന് പറയുന്ന കളിക്കാരൻ നമ്മളെ ടീമിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, താരത്തിന് ഹിസ്റ്ററി ആയിട്ട് കുറച്ചും കൂടെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇജി ലോക്കലാണെന്ന് പറഞ്ഞ കളിക്കാരൊക്കെ ഇവിടെ മെച്ചപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. സോ അത് ഞാൻ ഒരു ഫണ്ണി ആയിട്ട് എടുക്കുകയാണ്, അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പുള്ളിക്കാരൻ നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു മാച്ച് അനാലിസിസ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു റിവ്യൂ കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, 100K ഫാമിലിയിലേക്ക് എത്താനായിട്ട് സഹായിക്കുക എന്താണ് പറയാനുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ ഏറ്റവും നല്ല സൈനിങ് എന്ന് പറയുന്നത് ഇത് മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ കരീം ബെനാറിഫ് ഉണ്ട്, കൊള്ളാം, അദ്ദേഹം പൊളി തന്നെയാണ്. പക്ഷെ ഒന്നുകൂടെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 17 മിനിറ്റ് ഇറങ്ങി സൂപ്പർ സബ്ബായിട്ട് വന്നു, 17 മിനിറ്റിനുള്ളിൽ ഒരു ഗോൾ നേടി, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിലുള്ള ഒരു കളിശൈലി പുള്ളിയുടെ കാലിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ പുള്ളിയുടെ ഹിസ്റ്ററി ഒരു റിയൽ മാഡ്രിഡ് പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ആവാനുള്ള സാധ്യത കൂടുതലും. എന്തായാലും നമുക്ക് മാച്ചിലേക്ക് വരാം. ഒരു 17 മിനിറ്റ് മാത്രം പന്ത് തട്ടി എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യാനൊന്നും പറ്റൂല. സോ ഈ ഒരു മത്സരത്തിൽ എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നതാണ് ഉദ്ദേശം. എന്തായാലും താരത്തിലേക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട്, പുള്ളിയുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു താരം തന്നെയാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടത്, പുള്ളി നേടിയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് ഫ്രാൻചോയുടെ കാലിലേക്ക് എബിൻദാസ പന്ത് എത്തിച്ചു കൊടുക്കുന്നു. സ്വന്തമായിട്ട് നെയ്തെടുത്ത് സ്കില്ലോട് കൂടിയിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തതും പുള്ളിയാണ്, ഗോൾ അടിച്ചതും മൂപ്പർ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒരു ചാൻസ് ക്രിയേറ്റർ ആണ്, അതുപോലെ തന്നെ ഗോൾ നേടാനായിട്ട് നല്ല ത്വരയുള്ള ഒരു കളിക്കാരൻ കൂടെയാണ് പുള്ളിക്കാരൻ എന്നുള്ളതാണ്. അത് മറ്റുള്ള താരങ്ങൾക്കും സഹായകരമാകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പുള്ളി നല്ല രീതിയിലുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ മത്സരത്തിലേക്ക് ഇറങ്ങിയ സ്പോട്ട് തന്നെ പുള്ളി ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്. ഒരു നല്ല വിഷനുള്ള ഒരു കളിക്കാരൻ്റെ കറക്റ്റായിട്ടുള്ള ഇടപെടൽ എന്നൊക്കെ പറയല്ലോ, ഒരു റീബൗണ്ട് വരുന്ന പന്തൊക്കെ അടിച്ചിട്ട് ഷോട്ട് അടിച്ച് ഗോളാക്കാനായിട്ട് ശ്രമിക്കുക, അത് തന്നെയാണ് പുള്ളിയുടെ അവസരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മുമ്പിലേക്ക് ആളൊഴിഞ്ഞ സ്പേസിലേക്ക് പുള്ളിക്കാരൻ കളിക്കുന്ന ശൈലിയും നമുക്ക് കാണുന്നുണ്ട്. സെൻട്രൽ നിന്നൊക്കെ പന്ത് വാങ്ങി സ്പേസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് കളിക്കുന്ന കിട്ടില്ലം പോലത്തെ ഒരു താരമാണ്. ഫസ്റ്റ് ടച്ചിൽ തന്നെ ആ പന്തിനെ കാലിൽ ഒതുക്കിയിട്ട് തൻ്റെതായ ശൈലിയിൽ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു കിടിലൻ മൈൻഡ് സെറ്റ് ഉള്ള ഒരു താരം കൂടെയാണ് പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില അവസരങ്ങളിലേക്ക് പുള്ളിക്ക് പന്ത് കൊടുക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്രസീവ്, അതായത് തനിക്ക് പന്ത് തന്നിട്ടില്ല എന്ന് പറയേണ്ട ആ ഒരു ശൈലിയൊക്കെ നമുക്ക് കാണാനായിട്ട് ഇടയാകും. ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പുള്ളി നല്ല രീതിയിൽ കളിശൈലി മെനഞ്ഞെടുക്കുന്ന ഒരു താരമാണ് പുള്ളിയുടേതായിട്ടുള്ള ശൈലിയിൽ. പിന്നെ ഫസ്റ്റ് ടച്ച് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ടച്ചിൻ്റെ കാര്യം തന്നെയാണ്. ഏതൊരു പാസും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഏകദേശം 6-7 പാസുകളാണ് പുള്ളിയുടെ കാലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോ താരങ്ങളും വെച്ച് നൽകിയിട്ടുള്ളത്. അതൊക്കെ ഫസ്റ്റ് ടച്ച് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന കളിക്കാരനായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ കെവിൻ യോക്ക് എന്ന് പറഞ്ഞ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലുണ്ട്. സോ ഫസ്റ്റ് മത്സരത്തിലൊക്കെ നമ്മൾ നല്ലോണം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ്. പക്ഷേ മത്സരങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ പുള്ളി ഒരുപാട് സ്കില്ലെടുത്തുന്നു, ഒരുപാട് ഓടുന്നു, അതല്ലാതെ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പുള്ളിനെ കൊണ്ട് കഴിയുന്നില്ല. അതുപോലെ തന്നെ മാർലോൺ റൂസ് ആണെങ്കിലും ഒരു മിഡ്ഫീൽഡർ ലൂണയുടെ 10ാം നമ്പറൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്, പക്ഷെ ഒരു ഉപകാരവും ഇല്ലാതെ തീർന്നു എന്നുള്ളതൊരു സത്യാവസ്ഥമായിട്ടുള്ള അവസ്ഥയാണ്. ഇതേ അവസരത്തിലേക്ക് നമ്മൾ ഫ്രാൻചോയെ കൊണ്ടുവരുമ്പോൾ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള വിഷൻ ഉണ്ട്, പുള്ളിയുടേതായിട്ടുള്ള കളിശൈലിയൊക്കെ ആ ഒരു മത്സരത്തിൽ ഈ ഒരു 17 മിനിറ്റ് കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മൂപ്പരെ. അതായത് ഗോൾ അടിക്കാനും അടിപ്പിക്കാനും അഗ്രസീവായിട്ടുള്ള ഒരു കളിക്കാരനാണ് എന്നുള്ളതാണ്. ഇനി ബെർത്താമയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ പുള്ളി നേടിയിട്ടുള്ളത് ആകെ 2-3 ഗോളാണ്, അത് തന്നെ ക്ലിയർ ആയിട്ടുള്ള ചാൻസുകളാണ്. ഫ്രാൻചോയെ പോലെയല്ല. അപ്പോൾ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു താരമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കുന്നത്. സോ ഈ താരത്തെ കൈവിടാതെ അടുത്ത സീസണിൽ മറ്റൊരു ക്ലബ്ബിൽ കാണാം എന്നുള്ളതാണ് ഒരു 99% ഉറപ്പ്. പക്ഷേ കൈവിടാതെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലും മുറുക്കി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലോഹയും ലൂണയും എല്ലാവരും ഒന്ന് ബാക്ക് അടിച്ച് നമ്മളെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രതീക്ഷകൾ നമുക്ക് പൊട്ടിമുളക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, 17 മിനിറ്റ് കൊണ്ട് നമുക്കൊരു താരത്തെ ഡിഫൈൻ ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ അനാലിസിസ് ചെയ്യാനോ കുറച്ച് സാധ്യത കമ്മിയാണ്. ഇതന്നെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്റ്റഡിയിൽ കമൻറ്റ് ചെയ്യുക, നല്ല സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നല്ല വിലക്കണം. മറ്റേ വീഡിയോയിൽ കാണാം. ബൈ.